ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് വായിച്ചു നോക്കിയാലോ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 35. ഇതെന്താണ് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. യൂദയ മലമടക്കിലുള്ള ഇളയമ്മയുടെ ഭവനത്തിലെത്തിയ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ ഇളയമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന മറിയത്തെ അഭിസംബോധന ചെയ്യുകയും ദൈവഹിതത്തോടെ ആമേൻ പറഞ്ഞ് മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെയുള്ള ആനന്ദത്തിൽ അമർന്ന് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് സ്തോത്രഗീതം പാടിയ മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് പിന്നാലെ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്ത് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വം ദർശിക്കുകയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനായ യേശുവിനെ ദർശിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് വന്നത് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്താനും ആണ്. അപ്പോൾ ഇനിമേൽ നമ്മൾ പാപം ചെയ്യാതെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.